ഹലോ ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് സ്കിൻ കെയറിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ഏറ്റവും നന്നായിട്ട് നോക്കുന്നത്, ഇപ്പോൾ ഫേസ് വാഷ് ആയാലും സൺസ്ക്രീം ആയാലും ഇവിടെ ഒരു ലോഷൻ ആയാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്താണ്, അതിൻ്റെ അകത്ത് പാരബൻ ഫ്രീ ആണോ എന്നാണ് നമ്മളെല്ലാവരും നോക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും പാരബൻ എന്ന് പറയുന്നത്? പാരബൻ എന്ന് പറഞ്ഞാൽ ശരി സ്കിന്നിന് കേടാണോ? എന്താണ് നമ്മളങ്ങനെ നോക്കാനുള്ള കാരണം എന്താണ്? കാരണം പാരബൻ ഫ്രീ ആണ് നോക്കാനുള്ള. ഈ പാരബൻ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടുള്ള സൺസ്ക്രീം, ലോഷൻസ്, ക്രീം, മോയ്സ്ചറൈസർ ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ സ്വാഭാവികമായിട്ടും അതിലുള്ള ബാക്ടീരിയയും ഫംഗസും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ മാത്രം കേടുവരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പാരബൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ചില ക്രീംസിലും പാരബനും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ പാരബൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് മിഥിൽ പാരബൻ, പ്രൊപ്പിൽ പാരബൻ, ബ്യൂട്ടിൽ പാരബൻ, ഇതിൽ പാരബൻ എന്നിങ്ങനെ 4 ടൈപ്സ് ആയിട്ടാണ് പാരബൻ വരുന്നത്. അപ്പോൾ ഇതിൽ മിഥിൽ പാരബനും പ്രൊപ്പിൽ പാരബനും ആണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അത് വരുന്ന ക്രീമുകളൊക്കെ കാണപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പൊതുവെ അത് സേഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു ക്രീം, മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ക്രീമോ വാങ്ങി യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സൺസ്ക്രീം ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഡെയിലി എല്ലാവരും യൂസ് ചെയ്യും. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ മിഥിൽ പാരബനുള്ള കണ്ടൻറ്റുള്ള ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഡെയിലി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് UV റേസ് അടിച്ച് പെട്ടെന്ന് എക്സ്പോഷർ, സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പാരബൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ്ലി നമ്മളിതിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ വാങ്ങി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ചർമ്മത്തിന് വരൾച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ഹോർമോൺ ഇംബാലൻസിനെ വരെ ബാധിക്കുന്നൊരു സംഭവമാണ്. കാരണം ശരീരത്തിലേക്ക് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ലിപ്സ്റ്റിക്കിൽ, നെയിൽ പോളിഷിൽ എല്ലാത്തിലും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉള്ളിലേക്ക് ഡെയിലി എത്തുന്നതിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ദിവസവും എത്തുന്നതിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹോർമോൺ ഇംബാലൻസും മാറ്റപ്പെടാം. അതുപോലെ എൻഡോക്രൈൻ ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് പാരബൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പാരബൻ ഫ്രീ ആണോ ഒരു ഫേസ് വാഷ് ഈവൻ വാങ്ങുമ്പോൾ വരെ നമ്മൾ പാരബൻ ഫ്രീ ആണോ നോക്കുന്നതിനുള്ള മെയിൻ റീസൺ തന്നെ അതാണ്. ഇപ്പോൾ പാരബൻ ഇപ്പോൾ ഫേസ് വാഷിൻ്റെ ഇതിലാണ്. ഇപ്പോൾ നമ്മളൊരു ഫേസ് വാഷ് ഒക്കെ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫേസ് വാഷ് ആണെങ്കിൽ സോഡിയം ലോറൽ സൾഫേറ്റ് ഉണ്ടോ എന്നുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് നമ്മൾ ഒരു കോസ്മെറ്റിക്സ് വാങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ളതെന്നുള്ളത് മെയിനായിട്ട് നോക്കണം. വെറുതെ എന്തെങ്കിലും ആഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടോ ഒന്നും വാങ്ങാൻ നിൽക്കരുത്. എന്ത് വാങ്ങിക്കുമ്പോഴും പ്രധാനമായിട്ടും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതൊന്ന് വായിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റ് അതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഷവർ ജെല്ലോ ഒക്കെ ആണെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഫോം ഉണ്ടാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കൂടുതൽ ഫോമുള്ള, ഇപ്പോൾ കൂടുതൽ ഫോം ഇല്ലാത്ത ഫേസ് വാഷ് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക. കൂടുതൽ പതയാത്ത ഫേസ് വാഷ് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ മിനറൽ ഓയിൽസിൻ്റെ കണ്ടന്റ്, മിനറൽ ഓയിലിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ക്രീമിലൊക്കെ കാര്യത്തിലൊക്കെ മിനറൽ ഓയിൽസ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനറൽ ഓയിൽസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മുഖത്തെ സുഷിരങ്ങളൊക്കെ അടച്ചിട്ട് മുഖക്കുരു ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഇതൊക്കെ പറഞ്ഞ പാരബൻ്റെ കേസിൽ വരുന്ന പോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്രീം വാങ്ങുമ്പോഴും എന്ത് വാങ്ങുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ സോപ്പ്, ടൂത്ത് പേസ്റ്റ് വരെ ഈ പാരബൻസ് വരാം. പറഞ്ഞല്ലോ, ബാക്ടീരിയയും ഫംഗസും ഒരുവിധം പരിധി വരെ ഇത് FDA പോലുള്ള ആരോഗ്യ സംഘടനകളൊക്കെ ഇത് സേഫായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷെ എന്നാലും ഇതിന് ഡെയിലി യൂസ് അധികം കൂടുതലായിട്ട് വരുന്ന കോസ്മെറ്റിക്സ് ഐറ്റംസോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വാങ്ങിക്കുമ്പോഴും നമ്മൾ പാരബൻ ഫ്രീ ആണോ എന്നുള്ളത് മസ്റ്റായിട്ട് നോക്കുക. പിന്നെ എന്ത് കോസ്മെറ്റിക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ഓരോരുത്തർക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിരിക്കും, ഓരോ സ്കിന്നിനനുസരിച്ചുള്ള പ്രൊഡക്ട്സാണ് ഓരോരുത്തർ യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് വാങ്ങിക്കുമ്പോഴും കണ്ടന്റ് എന്താണെന്നുള്ളത് മസ്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട്